സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. നമ്മളിന്ന് മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് മഴക്കാലം, വേനൽക്കാലം ഇതെല്ലാം വരുന്നത് വളരെ കുറവാണെങ്കിലും എല്ലാ കാലത്തും നമ്മൾക്ക് മഴ കിട്ടുന്ന കാലമാണ്, എല്ലാ കാലത്തും നന്നായിട്ട് വെയിലും കിട്ടുന്ന കാലമാണ്. പക്ഷേ ഒരു പ്രത്യേക സീസണിൽ ചിലതരം അസുഖങ്ങൾ വളരെ കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ മഴക്കാലത്ത് നമ്മൾക്ക് അധികം കൂടുതലായിട്ട് കാണപ്പെടുന്ന അസുഖങ്ങൾ മിക്കവാറും ജന്തുജന്യ രോഗങ്ങളാണ്. എന്ന് വെച്ചാൽ കൊതുക്, എലി, അതുപോലെ ജന്തുക്കളിൽ നിന്നും മനുഷ്യർക്ക് പിടിപെടുന്ന രോഗങ്ങളാണ് മഴക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഡെങ്കിപ്പനിയുടെ കൂടുതലായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾക്ക് ഡെങ്കിപ്പനി, മലമ്പനി അല്ലെങ്കിൽ മലേറിയ, എലിപ്പനി, പിന്നെ വയറിളക്ക രോഗങ്ങളായ ടൈഫോയിഡ്, വൈറൽ ഡയറിയ അല്ലെങ്കിൽ വൈറസ് ബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾ, ഇവയൊക്കെയാണ് ഈ കാലത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ ജന്തുജന്യ രോഗങ്ങൾ ഈ മഴക്കാലത്ത് കൂടുതലായും കാണാൻ കാരണം ഇതിൻ്റെ വാഹകരായിട്ടുള്ള കൊതുകുകളും എലി അതുപോലുള്ള ജന്തുക്കളും കൂടുതലായിട്ടും ഈ മഴക്കാലത്ത് പെറ്റുപെരുകയും അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ മഴക്കാലത്താണ് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് വിവരിച്ച് സംസാരിക്കാം. ഒന്ന് ഡെങ്കിപ്പനിയാണ്. നിങ്ങൾക്കറിയാം, അത് കൊതുക് പരത്തുന്ന അസുഖമാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത്. ഡെങ്കി എന്ന് പറയുന്നത് ഒരു വൈറസാണ്. ആ വൈറസ് ബാധ മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡെങ്കിപ്പനി ഉള്ള അസുഖബാധയെന്ന് പറയുന്നത്. ഡെങ്കി പരത്തുന്ന കൊതുകുകൾക്ക് ഏഡിസ് ഈജിപ്തി എന്നാണ് പറയുക. ഈ കൊതുകുകൾ ശരിക്കും ശുദ്ധജലത്തിൽ, അതായത് നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ മഴ പെയ്യുമ്പോൾ ചെറിയ ചിരട്ടയ്ക്കകത്തും ചെറിയ ടയറൊക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തിനകത്തും അല്ലെങ്കിൽ പൂച്ചട്ടികൾക്കകത്തും ഒക്കെ വെള്ളം കെട്ടിക്കിടന്ന് അതിനകത്ത് ചെറുതായിട്ട് കൊതുക് മുട്ടയിട്ട് അത് പടരുകയും ഈ ഏഡിസ് ഈജിപ്തി മോസ്കിറ്റോ മൂലം വളരെയധികം ഡെങ്കി കേസുകൾ നമുക്കുണ്ടാവുകയും ചെയ്യുന്നു. ഈ കൊതുക് വെളുപ്പിന്, അതായത് ഒരു 6 മണിയോടുകൂടി രാവിലെയും വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയുമാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. ഈ മോസ്കിറ്റോനെ പ്രത്യേകിച്ച് പറയുന്നത് ടൈഗർ മോസ്കിറ്റോ എന്നാണ്. കാരണം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകതയുണ്ട്. ആ കൊതുകുകൾക്ക് ഒരു ചെറിയ വെളുത്ത കളറിലുള്ള സ്ട്രൈപ്സ് കാണും ശരീരത്തിനകത്ത്. അങ്ങനെയാണ് നമ്മൾ ഈ ഏഡിസ് കൊതുകിനെ തിരിച്ചറിയുന്നത്. ഇനി ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുക? ഈ ഡെങ്കി വൈറസ് ശരീരത്തിനകത്ത് വന്നിട്ട് നമ്മളുടെ ചെറിയ ചെറിയ രക്തക്കൊള്ളികളെ, അതായത് കാപ്പിലറീസ് എന്ന് പറയുന്ന രക്തക്കൊള്ളികളെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. സോ കാപ്പിലറി ഡാമേജ് എന്ന് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ രക്തക്കൊള്ളികൾക്കുണ്ടാകുന്ന കുറവുകളും പിന്നെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ, വെളുത്ത രക്താണുക്കൾ, ഇതിനെല്ലാം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഡെങ്കിപ്പനി പ്രത്യേകിച്ച് മാരകമാകുന്നത്. ഒന്ന്, സാധാരണ നമ്മൾ എല്ലാ പനികൾക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള വളരെ ശക്തി കൂടിയതായിട്ടുള്ള പനി, മേലുവേദന അല്ലെങ്കിൽ ശരീരം വേദന, ബോൺ പെയിൻസ്, ഭയങ്കര കാര്യമായിട്ടുള്ള അസ്ഥികൾക്കുള്ള വേദന, ജോയിൻറ്റ് പെയിൻസ്, ശരീരത്തിൽ ചെറുതായിട്ട് ചുവന്ന് തിണർത്ത് വരുന്ന റാഷസ് അല്ലെങ്കിൽ ചുവന്ന ചൂടുകുരു പോലുള്ള കുരുക്കൾ, ഇതെല്ലാമാണ് സാധാരണ ഫസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാണപ്പെടുക. തലവേദന, അതിയായിട്ടുള്ള ക്ഷീണം, ഛർദി, വയറിളക്കം ചിലപ്പോൾ ചിലർക്കുണ്ടാകാം. ചിലപ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പിത്തവും വരാം, ഹെപ്പറ്റൈറ്റിസും ഇതിൻ്റെ കൂടെ തന്നെ വരാം. ഈ അവസ്ഥയോടു കൂടി പനി കാണപ്പെടുന്നു. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ചും സംഭവിക്കുന്നത് ശരീരത്തിലെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ കുറവാണ്. ഈ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നത് കൊണ്ട്, അതായത് ഈ വൈറസിൻ്റെ ഇഫക്റ്റ് മൂലം പ്ലേറ്റ്ലെറ്റുകൾക്ക് നാശമുണ്ടാകുന്നത് കൊണ്ടാണ് ഡെങ്കിപ്പനി ഇത്രത്തോളം മാരകമാകാൻ കാരണം. നമ്മളുടെ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ നമുക്ക് ആവശ്യമായി വരുന്നത് രക്തം ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എവിടെയെങ്കിലും മുറിവോ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഇത് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. സോ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ, ഏകദേശം അതൊരു 20,000 താഴെ കുറയുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും രക്തസ്രാവം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ അത് ബ്രെയിനകത്താകാം. ബ്രെയിനകത്ത് രക്തസ്രാവം ഉണ്ടായാൽ സ്ട്രോക്ക് പോലെ വരാം. പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും നമ്മൾ സൂചി കുത്തുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പുറത്തോ എവിടെ വേണമെങ്കിലും ബ്ലീഡിങ് വരാം.
സോ ഈ ബ്ലീഡിങ് ടെൻഡൻസീസ് ചിലപ്പോൾ വയറിനകത്ത് രക്തസ്രാവം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി ഇഷ്ടംപോലെ രക്തം നഷ്ടപ്പെടുകയും രോഗിക്ക് വളരെ മാരകമായിട്ടുള്ള ഡെങ്കി ഹെമറാജിക് ഫീവർ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരാനും ചാൻസ് ഉണ്ട്. അടുത്തതായി ഡെങ്കിപ്പനി വരുമ്പോൾ ഈ ഡെങ്കി ഹെമറാജിക് ഫീവർ അല്ലാതെ ശരീരത്തിനകത്തു നിന്ന് ധാരാളം വെള്ളം നഷ്ടപ്പെട്ട് ബ്ലഡ് പ്രഷർ തീരെ കുറഞ്ഞ് ഷോക്ക് എന്നൊരവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇതും ഡെങ്കിപ്പനിയുടെ ഒരു മാരക പ്രത്യാഘാതമാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾക്കെല്ലാം ചെറിയ ചെറിയ രക്തക്കുഴലുകൾക്കെല്ലാം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഉള്ളിലിരിക്കേണ്ട വെള്ളത്തിൻ്റെ അംശം പുറത്തേക്ക് വരികയും അത് പലതരം അവയവങ്ങൾക്ക് നാശം ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഷോക്ക് സ്റ്റേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ BP കുറഞ്ഞിട്ട് കിഡ്നിക്ക് പ്രവർത്തനക്കുറവ് വരികയും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വൃക്കയുടെ പ്രവർത്തനക്കുറവ് ഉണ്ടാവാം. ചിലപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോകാം. ഇങ്ങനെയുള്ള മാരകമായ പ്രത്യാഘാതങ്ങളും ഈ ഡെങ്കിപ്പനി കൊണ്ടുണ്ടാകാം. പക്ഷേ സാധാരണ ഒരു ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ അതിന് തക്കതായ ചികിത്സ നൽകിയാൽ അത്രയ്ക്ക് വളരെ മാരകമായിട്ട് വരാറില്ല. പക്ഷേ വളരെ പ്രായം കൂടിയ ആൾക്കാർക്കും തീരെ ചെറിയ കുട്ടികൾക്കും എന്ത് അസുഖം വന്നാലും അത് ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അസുഖമാകാൻ വഴിയുണ്ട്. സോ അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെറിയ അസുഖം വന്നാലും അത്യാവശ്യം വൈദ്യസഹായം നേടേണ്ടത് ആവശ്യമാണ്. ഇനി ഈ രോഗത്തിന് എന്താണ് ചികിത്സ? നിങ്ങൾക്കറിയാം, വൈറസ് രോഗത്തിന് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയയ്ക്കെതിരെയുള്ള മെഡിസിൻസ് ആണ്. സോ വൈറൽ രോഗത്തിന് നമ്മൾക്ക് ലക്ഷണങ്ങൾ ചികിത്സിക്കുക, കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കുക, ഇത് മാത്രമാണ് വഴി. അതായത് നമ്മൾ ആശുപത്രിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ദേഹത്തുനിന്ന് നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് IV ഫ്ലൂയിഡ്സും പ്ലേറ്റ്ലെറ്റുകൾക്ക് അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനും പനി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും മാത്രമേ സാധാരണ കൊടുക്കാറുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ ഒബ്സർവ് ചെയ്തിട്ട് മാരകമായിട്ടുള്ള ആ പീരീഡ് കഴിയുമ്പോഴത്തേനും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് പതിവ്. ഏത് തരത്തിലുള്ള വൈറൽ ഫീവറിനെയും പോലെ ഇതൊരു ഒരാഴ്ച വരെ ഇതിൻ്റെ ക്ഷീണമൊക്കെ നീണ്ടു നിൽക്കാം. അതുകൊണ്ട് അത്യാവശ്യം റെസ്റ്റും പോഷകരമായിട്ടുള്ള ആഹാരം, എളുപ്പം ദഹിക്കാവുന്ന തരത്തിലുള്ള ആഹാരവും കഴിച്ച് ഓരോ പീരീഡ് കഴിയുമ്പോൾ സാധാരണ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരാവുന്നതാണ്. ഡെങ്കി വൈറസുകൾ 4 തരത്തിലുണ്ട്. ഡെങ്കി 1, 2, 3, 4 എന്ന് നമ്മളതിനെ പറയും. ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഡെങ്കി വൈറസ് ഒരാൾക്ക് ബാധിച്ചാൽ നെക്സ്റ്റ് ടൈം അയാൾക്ക് അതേ തരത്തിലുള്ള ഡെങ്കി വൈറസ് ബാധ വന്നാൽ ഈ പ്രകാരമുള്ള ഹെമറാജിക് ഫീവറും ഷോക്കും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു തവണ ഡെങ്കിപ്പനി വന്നയാൾ നെക്സ്റ്റ് ടൈം അതുപോലത്തുള്ള പനികൾ പിടിക്കാതെ ശ്രമിക്കുക. അതായത് എങ്ങനെയാണ് ഇതൊക്കെ തടയാൻ പറ്റുന്നത്? നമ്മൾക്കറിയാം, കൊതുകുജന്യ രോഗങ്ങളെ തടയാനുള്ള എളുപ്പ വഴി കൊതുകുകളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. സോ കൊതുകുകൾ പെറ്റുപെരുകാൻ ചാൻസ് ഉള്ള ഏരിയകൾ നമ്മൾ മുമ്പേ പറഞ്ഞു ഓൾറെഡി. വെള്ളത്തിൽ ശുദ്ധജലം കളക്ട് ചെയ്യുന്ന തരത്തിലുള്ള നിങ്ങളുടെ വീട്ടിന് പരിസരത്തും എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം നശിപ്പിച്ച് കളയുക. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ മെത്തേഡ്സ്, അതായത് നമുക്ക് കൊതുകുവല, കൊതുകുതിരി, കൊതുകിനെ പ്രതിരോധിക്കാനുള്ള ക്രീംസ് ഒക്കെ പലതരത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതെന്തെങ്കിലും തരത്തിൽ യൂസ് ചെയ്തിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക. പിന്നെ പനിയോ അതുപോലെ ഈ ലക്ഷണങ്ങളോ പോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കണ്ട് ഡെങ്കിപ്പനി ആണോ എന്ന് സംശയിക്കത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കുക. നിങ്ങൾ കാണാൻ കൊതിക്കുന്ന ലേഡീസ് അവറിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.